അല്ല അമ്മയുടെ പൊണ്ണ അമ്മയുടെ പൊണ്ണ രണ്ടുപേരുടെയും പൊണ്ണ. എടാ ഇതെല്ലാം എനിക്ക് കിട്ടേണ്ട ഉമ്മയാ കേട്ടോ, നീ അടിച്ചു മാറ്റുന്നത്. തിരിയുണ്ടതില്ല പക്ഷെ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, പുതിയൊരു വ്ലോഗ് അല്ല, ഈ വർഷത്തെ അവസാനത്തെ വ്ലോഗാണ്. അതെ, അവസാനത്തെ വ്ലോഗ്. ഇനി ഏതാണ് മണിക്കൂറല്ലേ? 2024 നമ്മൾ ടാറ്റ ബൈ പറഞ്ഞിട്ട് 2025 നമ്മൾ പുതുതായിട്ട് വെൽക്കം ചെയ്യുന്നു. 2024 നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഒരിക്കലും മറക്കാത്ത ഒരു കിടിലം വർഷമായിരുന്നു. നമുക്ക് വീടായി, കുഞ്ഞായി, വേറെന്തെങ്കിലും ആയ നീ എന്തൊക്കെയോ ആയി, നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്തായാലും നല്ല അടിച്ചു പൊളിച്ചൊരു വർഷമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? താഴെ കമന്റ് ബിലോ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് 2024 അങ്ങ് പറഞ്ഞറിയിക്കാൻ വേണ്ടി പോവാണ്. ഒന്നാമത് നമ്മള് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചില്ലായിരുന്നു. ദീപാവലിക്ക് എന്ത് ചെയ്തോണ്ടിരുന്നത്? ദീപാവലിക്ക് നമ്മൾ എയറിലായിരുന്നു. ദീപാവലിക്ക് എയറിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മൾ മേളിൽ ഇരുന്ന് നിങ്ങളൊക്കെ പടക്കം പൊട്ടിക്കാൻ നമ്മളിങ്ങനെ എയറിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. SIT ഹോസ്പിറ്റലിൽ മൃദുല ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പിന്നെ എല്ലാവരും എയറിലായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പം നമ്മളിത് പടക്കം വെറൈറ്റി പടക്കങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ പറയും, അത് നമ്മൾ പൊട്ടിക്കും. അതാണ് പരിപാടി. വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയായിരുന്നു. മയിലൊക്കെ ഉണ്ടോ? മയിലുണ്ട്. മയിൽ വിടർന്നില്ലെങ്കിൽ ഞാൻ വിടർത്തു. ആ അണ്ണൻ പറഞ്ഞ് വിടർന്ന് ആടുമെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പൊ എന്തായാലും വിടർത്തി ആടിയില്ലെന്നുണ്ടെങ്കിൽ നോക്കിയോ ഞാൻ. പിന്നെ നമ്മള് കുറെ ഐറ്റം ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഓരോന്നായിട്ട് തുടങ്ങുമല്ലേ ഇന്ന്. അപ്പൊ ഗൈസ് എല്ലാവർക്കും അഡ്വാൻസ് അല്ലേ. അന്നേരം പൊട്ടിക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം, ഇത് അന്നേരം പൊട്ടിക്കുള്ള സാധനം. ഇതൊന്നും ഭയങ്കര ആദ്യത്തെ വർഷം തന്നെ ചീറ്റിയ നാണക്കേടാ. പൊട്ടുന്നാണ് പറഞ്ഞത് ആ കടയിലെണ്ണ. അണ്ണൻ പറഞ്ഞു ഇത് കൊട പോലെ വിരിഞ്ഞ് മല പോലെ പോകുന്നൊക്കെ പറഞ്ഞു. പൊട്ടിയില്ല, ഞാൻ പൊട്ടിക്കും നോക്കോ. ഏട്ടൻ കണ്ണാടി വെച്ചോണ്ടാ ഞാനും കണ്ണാടി വെച്ചത്. എങ്ങനുണ്ട് അമ്മ? എങ്ങനെയുണ്ടമ്മ? അമ്മ പറയുന്ന അശ്വീന്. ഇതിലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അയ്യോ ഇതാണ് ഞാൻ, ഇത് കൊള്ളാവോന്ന് പറയണേ. ഇത് മിന്നി കത്തി. ഇതൊക്കെ പ്രകസനമാണ് സുഹൃത്തുക്കളെ. എന്താ വെച്ചാൽ ഈ പട്ടി ഷോ 2024 കൂടി തീരണം. 2025 നോർമൽ ആവണം ഗൈസ്, അല്ലെങ്കിലേ നെഗറ്റീവായി. ഇത് അണഞ്ഞാ? ഞാൻ അണച്ചാ ആണാ? കത്തിച്ചിട്ട് കുറച്ച് ആഡംബരം ആയിക്കോട്ടെ, ഇല്ല പേട്ടയൊക്കെ, ഉത്സവത്തിനുള്ള പേട്ടയൊക്കെ. ഞാൻ എടുക്കണില്ല, എടുത്തവൻ കരയും ചെയ്യും. അപ്പൊ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി കരയുമ്പോ ഞാൻ എടുത്ത് കാണിച്ചു തരാമേ. അപ്പൊ ഉറങ്ങട്ട്. അപ്പൊ ഗൈസ് ബാക്ക് ടു നമ്മുടെ പിന്നെ ദീപാവലിയിലോട്ട് വരാം. ദീപാവലി അല്ലേ, നമ്മുടെ ന്യൂ ഇയറിലോട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പരിചയപ്പെടാം. എന്തിന് തുടങ്ങണം? മാറ്റി വെക്കട്ടെ. അത് മാറ്റി വെച്ച് കണ്ണുന്നില്ല, മാറ്റി വെച്ചു. അല്ലാതെ കണ്ണൂടാ. ഇനി അതും കൂടി വെച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് അത് പടക്കമാണേ. ഇനി വേണ്ടാതെടുത്ത ഒന്നും പറയുന്നില്ല. വേണ്ടാതെടുത്തൊക്കെ തൊട്ടേ പൊട്ടിയാലേ പടക്കവാ. ഇത്രയും വലിയ സാധനമാണ് കുഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മളൊന്നും കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഇതൊക്കെ ഫാൻസി ഐറ്റംസ് ആണ്. ഓലപ്പടക്കം പോലും മാറ്റിട്ടില്ല. ഇതെന്തരാണ് മുതലേ? ഇത് മറ്റില്ല ഉണ്ട ശർക്കരയൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ. ഇതെന്ന് പറയുന്നത് പൊട്ടിച്ചാലേ അറിയത്തുള്ളൂ. ഇതിന്റെ തിരി എങ്ങനെ വരും? ഇതിന്റെ തിരി എല്ലാത്തിനും തിരി മൂട്ടിലല്ലേ? മൂട്ടിലായിരിക്കണം. ടോപ്പിലാണോ? ഇതിന്റെ പേരാണ് മെർക്കുറി ഫ്ലവർ വർക്ക്സ്. അല്ല ഫയർ വർക്ക്സ്. ഫ്ലവർ അല്ലടാ, ഫയർ. ഞാൻ ഒരു ഡൗട്ടോട് ചോദിക്കട്ടെ, ഇത് ഇത്ര എങ്ങനെ പൊട്ടി തെറിക്കും? ഇത് കത്തി തീരാൻ സമയം എടുക്കൂലേ? അത് ഇത് പൊട്ടുമ്പോ തെറിക്കൂ? കാണിക്കണ ആ മയിൽക്കുട്ടി അവിടെ ഇരിക്കുന്ന പച്ച കളർ പൂത്തിരി കുട്ടി കാണാൻ തെറിക്കണ. ഇത് അത് വിശ്വാസാരമായിരുന്നു കേട്ടാ. അത് പൊളി സാധനം. ഇല്ല കാലിലൂടെ ഉടുപ്പ് പൊള്ളിയെങ്കിൽ അറിയാം. അതൊക്കെ ഉണ്ടായിരുന്നു സാധനം. അടിപൊളി സാധനമായിരുന്നു. ഇപ്പോഴും അല്ല അങ്ങോട്ടൊക്കെ ആ തീ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. സാധനം ഈ സാധനം കൊള്ളായിരുന്നു കേട്ടാ. നോക്കിയാ പൊട്ടുമ്പോ എങ്ങനെയാ നോക്കാം. നെക്സ്റ്റ് ഐറ്റം കിങ് ഓഫ്
ഇതാരാ ഈ ഫോട്ടോ കാണുന്ന ആരാണ്? മുതലൊക്കെ അറിയാം, മുതലൊക്കെ B.Ed ഒക്കെ പഠിച്ച ആരാന്ന് നോക്കട്ടെ. ആരാ ഇത്? ഇത് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പോലീസുകാരന്. ഏത് പോലീസുകാര്? ഞാനും മറന്നുപോയി. ഞാൻ ബയോളജി ആയിരുന്നു, ഏട്ടനായിരുന്നു ഹിസ്റ്ററി. പറ ഇതാരാ? ഹിറ്റ്ലർ. ഹിസ്റ്ററി എനിക്ക് ഓർമ്മയുണ്ട്. ചരിത്രം എന്താണെന്ന് അറിയോ? ഓർമ്മയുണ്ട്. തിരിഞ്ഞു നോക്കണം നമ്മള്. ഹിറ്റ്ലർ വെടി വെച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് പൊട്ടിക്കും. അടുത്ത ഐറ്റം ഹിറ്റ്ലറിന്റെ വെടി. ഹിറ്റ്ലറിന്റെ വെടികൾ. ഒന്നേ ഉള്ളൂ. ഹിറ്റ്ലറിന്റെ വെടികൾ. ഇത് ഒരുപാട് വെടി വരും, ഒരു വെടിയല്ല വരുന്നത്. അടുത്ത പൊട്ടിര്, അടുത്ത മയിൽക്കുറ്റി. അതെ, അവിടാണോ വെക്കണ്ടേ? അത് കൊള്ളായിരുന്നു. പക്ഷെ മറ്റേത് പൊങ്ങിപ്പോയി, ഇതത്ര പൊങ്ങിയില്ല. ഹിറ്റ്ലറിനേക്കാളും മറ്റേ ഉണ്ട കൊള്ളായിരുന്നു. അത്ര വെടിയല്ലായിരുന്നു. M4A1 ആണോ ഇത്? M416 എന്നാ പറയുന്നത്. ഇത് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. തോക്കിന്റെ പേര് രേഷ്മ. ടെറർ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടേ ഇവിടെ എഴുതി ഒരു പിങ്ക് അക്ഷരം രേഷ്മ. പോയി മൂടുപോയി പൊട്ടിക്കാനുള്ള മൂടുപോയി. വേണ്ടാത്തടുത്ത് തൊടാതെ അവിടെ നനഞ്ഞ പിന്നെ പൊട്ടൂല. റെഡ് സാധനം എടുത്തിട്ടായിരിക്കും പെണ്ണ അത് പിടിക്കാതെ അതൊക്കെ നനഞ്ഞു പോയ പൊട്ടൂല. പടക്കം പോയി കഴിഞ്ഞിട്ട് കളിക്കാൻ തരുമോ? പടക്കം പോയി പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇല്ല, ഈ ബസ് പേട് മാത്രമേ ഉള്ളൂ. എല്ലാം വെറും ഷോ. കത്തി പൊട്ടിപ്പോയാ എന്തോ ചെയ്യും? കത്തി പൊട്ടിപ്പോയാ വിധിയെന്ന് വിചാരിക്കണം. വാളെടുത്താൽ ചിങ്കച്ചെടി. ഞാൻ കൊണ്ടുവരാം, ബാക്കിൽ നിന്ന് എടുക്കാം. മൃദുലേ, നിനക്ക് തോക്ക് ഈ M160 വേണോ അതോ വാള് വേണോ? ഞാൻ ഇത് കാണിക്കട്ടെ. പോവും കേട്ടോ, കത്തിക്കാനൊന്നും പറ്റത്തില്ല ഈ പുല്ല്. അടുത്ത നെക്സ്റ്റ് ഐറ്റം വെടികെട്ട ഐറ്റം. മൃദുലേ, തോക്ക് ആരുടെ ആയിരുന്നു? തോക്കെന്റെ. നമ്മളെ തോക്കും M415 വാളും രേഷ്മ. പെണ്ണ മൂടുകളായതുകൊണ്ട് ഞാൻ കററായിട്ട് നിൽക്കുകയാണ്. രണ്ടും ഒരു ഷോയിലാണോ? ഞാൻ പൊന്നെ അങ്ങോട്ടാക്കടി ഭ്രാന്തി. സത്യം പറഞ്ഞാലേ എനിക്കിത് എങ്ങോട്ടാക്കണോ അറിയത്തില്ലായിരുന്നു. മൃദുലേ, ഞാൻ വിചാരിച്ച മോന്തക്കകത്തോട്ട് വെച്ച് കാണിക്കുന്നു. ഞാൻ ഇങ്ങനെ നോക്കാഞ്ഞ കാര്യമായി, ഇത് എവിടുന്നായിട്ട് വരുന്നത്. മാറി നോണ അടുത്ത തോക്ക് എത്തിക്കാൻ പോട്ടാ. വെടി വരുന്നില്ല. സല്യൂട്ടി. പെണ്ണെ പേടിയാവും. ചീറ്റിയാ അണ്ണന്റെ വെടി കത്തിയില്ല. അല്ല ഇടയ്ക്ക് മറിക്കും. ചീറ്റി അണ്ണ. ചീറ്റി തീർന്നു ഇത്രേ ഉള്ളൂ. എന്തുവാടാ ഈ ആയുധം? പാറ്റോ എവിടെ? കൂടെ അതെ, ആ തീ വരുന്നുണ്ടോ? ചതിച്ചില്ല. സാധനം കൊള്ളാം. വെടി ഇങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെച്ചാ മതി. ഇല്ല, അതിലില്ല. ഉണ്ട തീർന്നച്ചാ. ഹെലികോപ്റ്റർ. ഇത് നമ്മൾ പണ്ട് പൊട്ടിച്ചിട്ടില്ലേ? പണ്ട് വീട്ടിൽ വെച്ചിട്ട് പൊട്ടിച്ചിട്ടില്ലേ? ഓർമ്മയില്ല കൈസ്. ഇതിങ്ങനെ വെച്ചാൽ അതിങ്ങനെ കറങ്ങി പൊട്ടിച്ചിട്ടുണ്ട് പോകുന്നാണ് ചേട്ടൻ പറഞ്ഞത്. വെട്രി വിനായകനൊക്കെ എഴുതിയിട്ട് നോക്ക്. റൊണാൾഡോ കണ്ടോ ഗൈസ്? റൊണാൾഡോ, മൃദുലയുടെ റൊണാൾഡോ ആണ്. അയ്യോ പറ്റില്ല. ഇതാരടി മെസ്സിയോ? ഇത് മെസ്സി ആണോ? അല്ല, ഇത് റൊണാൾഡോ. ബോക്സിംഗ് ഒക്കെ നടത്തുന്നത്. ബോക്സിംഗ് നടക്കുന്നത്. അയ്യോ, ഫുട്ബോൾ കളിക്കുമ്പോ എല്ലാവർക്കും ഇതാ കിട്ടുന്നത്, ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പേരെന്ത്? പണ്ട് അച്ഛൻ വെക്കുമ്പോ കാണുമായിരുന്നു WWE ചാമ്പ്യൻഷിപ്പ്. നമ്മൾ അടുത്തത് കത്തിക്കാൻ വേണ്ടി പോകുന്നു. ഹെലികോപ്റ്റർ. ഇതെങ്ങനെ ഊരി എടുക്കുന്ന? ഇതിങ്ങനെ നമുക്ക് ഊരി എടുത്താൽ മതി. മാറിക്കോ. ഓ, ആരുടെ പൊങ്ങിപ്പോയേ? പള്ളി. ഇല്ല, എന്നാലും ഒരാളുടെ പൊങ്ങിപ്പോയി. കൊള്ളാം കേട്ടാ. കൊള്ളാം, അടിപൊളി സാധനം. സൂപ്പർ സാധനം കേട്ടാ. അത് എങ്ങോട്ട് പോവാന്ന് വെച്ചാൽ അതിനെ അറിയും, നമുക്ക് അറിയത്തില്ല. ഡണ്ണ്.
മാറിക്കൂടി. അയ്യോ മയിലാടും കുന്നിൽ പിറന്നോളെ. അടുത്ത ഐറ്റം. ഇത് ഈ ഓരോ ഹോളിലും തിരി എത്തിക്കണോ? ഒറ്റതി കത്തിച്ചത് വീശി അടിക്കും സാധനം. ഇത് 2 ചുടുകട്ട എടുത്ത് വെക്കണം ഇങ്ങനെ, എന്നിട്ടാണ് ഇത് പൊട്ടിക്കാനുള്ള. അതാണ് ഈ ഐറ്റം കേട്ടാ. ഇത് വായിച്ചാണ് തമിഴാണ്ട് എനിക്ക് അറിയത്തില്ല, മൃദുലേക്ക് അറിയാം തമിഴ്. മക്കൾ മയിൽ. മയിലിനെ കൊടുത്തു വിടും. മയില് പറക്കാൻ വേണ്ടി പോവാ. മയില് പറക്കുക. അയ്യോ അയ്യോ ചീറ്റിയോ, അയ്യോ ചീറ്റിയോ. ഇനിയും കത്ത. ഈ സൈഡിലും കത്തിയില്ല. എന്റെ ഈ കഷ്ടത്തെ കൊതുകൊക്കെ നശിച്ചു കേട്ടോ. നമ്മള് കൊതുകിനെ കൊന്നതാ. 2 ചീറ്റി പോയി. ഒരു മയിലിന്റെ വിടർന്നില്ല കേട്ടോ മയില്. ദാണ്ടേ ഉണ്ട് ഐറ്റം ഉണ്ട്. കത്തങ്ങോട്ട്. ഇത് ചിന്ന വെടി. ഇല്ല, ചിന്ന വീടെന്നൊക്കെ പറയുന്നില്ല, ചിന്ന വെടി എന്നൊക്കെ പറയുന്നു. ചിന്ന വെടിയില്ലേ ഇത്? ചെറിയൊരു വെടി, ചിന്ന വെടി. മറ്റേ മത്താപ്പ് പോലെ കത്തും. അതിന് മൂഡ് അനുസരിച്ചിരിക്കും. പോവാൻ തോന്നിയില്ലെങ്കിൽ ഇതിന്റെ അടിയിൽ താണ്ടെ ഒന്നുമില്ല. നമ്മൾ കൈ കഴുകണം കേട്ടാ. കൈ കഴുകണം. കുഞ്ഞിനെടുക്കല്ലേ, തൊടല്ലേ, അലർജിയൊക്കെ കാണും കേട്ടോ. അപ്പൊ ഇതാണ് ഇത് ചിന്ന വെടി. ഇതിന് ഞാൻ പേരിട്ട പേര്. ഇപ്പൊ ചിന്ന വെടി എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ചിന്ന വെടി ഏട്ടൻ്റെയാണ്. അയ്യോ കത്തിയില്ല. കത്തി ഇത് എങ്ങോട്ട് പോകാൻ തമ്പുരാനറിയാം. അതെന്തൊരു സൗണ്ട്. വൃത്തിയുടെ സൗണ്ട്. ആദ്യമായിട്ടാ പടക്കത്തിൽ നിന്ന് ഇങ്ങനെ സൗണ്ട്. തൊട്ടാ ചൂടായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇത് മൂടനുസരിച്ച് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. മത്താപ്പ് പോലെ എല്ലാം ചുമ്മാ വേറെ വേറെ പെട്ടി വരുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ അല്ലേ? ഇത്രയും പടക്കം കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് ഒരുമാതിരി പുച്ഛിച്ച കളിയോണ്ടല്ലേ ഇത്. ഓരോന്നും ഓരോ വെടിയാ. എനിക്ക് ഫോട്ടോ കണ്ടിട്ടെല്ലാം അങ്ങനെ തോന്നുന്നത്. കിങ് സ്റ്റാർ 3 ഉണ്ട്. 3 വെടി. ഇതിൽ ഒരെണ്ണം ഞാൻ കത്തിക്കും. ശരി മാറിക്കോണേ. ഇതാരാണ് ഈ കിടക്കുന്നത്? ഇവിടെ സുന്ദരായി അമ്പൂട്ടാ. അക്കണ്ട അമ്പൂട്ടോ. അടിപൊളി. കില്ലാടി തന്നെ നീ കേട്ടോ, കില്ലാടി തന്നെ. കരി ഒന്നും വരച്ചില്ല, പക്ഷെ എനിക്കിതൊന്നും കരി വരയ്ക്കാത്തതും കൊള്ളാൻ തോന്നല്ലേ. ഓ എനിക്ക് വയ്യ. എന്തുവാടാ ഈ പടക്കം പൊട്ടിച്ചല്ല അറിഞ്ഞായിരുന്നു. ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാ. ഓ ഭയങ്കര വെട്ടുകളയത്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രം സുഹൃത്തുക്കളെ. ഈ വർഷത്തെ അങ്ങനെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ പാട്ടൻ ടാങ്കോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഇവിടെ സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോട്ട് 60 ഷോട്ട്. ഇത് കത്തിച്ചിട്ട് വേണം. ഇത് ഞെക്കിക്കോണെങ്കിൽ ഉൾക്കാരണം ചെയ്തോണെങ്കിൽ 11 ആയില്ല. എന്റെ കൊള്ളായില്ല. അത് എത്ര? 58 കത്തിക്കണം. റെഡി ആയിരിക്കട്ടോ. കത്തുവോ? കത്തി പോവാനാ ഞാൻ 1 മിനിറ്റ് എടുക്കും ടൈം.
അപ്പോൾ നമ്മൾ 60 ഷോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മുതുക്ക് ഷോട്ട്, ഒറ്റ ഷോട്ടേ ഉള്ളൂ. ഒറ്റ ഷോട്ടേ ഉള്ളൂ. പക്ഷെ സൂപ്പർ ആയിരിക്കും. കത്തിക്കാൻ പോകുന്നത് ദിങ്കൻ ചേട്ടനാണ്. ഇത് കത്തിയില്ലെങ്കിൽ നോക്കിക്കോ. ഒറ്റ ഷോട്ടേ ഉള്ളൂ. തിരിയുണ്ട് പക്ഷേ അപ്പൊ നമ്മള് ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചു. അപ്പോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. നിങ്ങളെ ന്യൂ ഇയറും എല്ലാരും അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. എടേ എങ്ങനെ ഉണ്ടായിരുന്നേ ന്യൂ ഇയർ? ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നേ? ഇത് എല്ലാവരുടെയും അടിപൊളിയായിരുന്നില്ലേ വെറുതെ? ലാസ്റ്റ് നമ്മളെ പടകമൊക്കെ പൊട്ടിച്ച് വേറെ വൈബായിരുന്നു, കിടിലായിരുന്നില്ലേ? അപ്പൊ എന്തായാലും ഈ വർഷത്തെ ന്യൂ ഇയർ നമ്മൾ തകർത്തു സുഹൃത്തുക്കളെ. സൂപ്പർ ആയിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കാല് വെച്ചു. അപ്പം എന്തായാലും ഈ ഒരു 2025 എന്ന് പറയുന്നത് 2024 പോലെ തന്നെ നല്ലൊരു വർഷമാവട്ടെ അല്ലെ. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉള്ള ഒരു വർഷമായിരുന്നു 2024. അപ്പം അങ്ങനെ ആയിരിക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ട് എന്തൊരു ബോറില്ലേ, ദുഃഖം ഉണ്ടെങ്കിലേ സന്തോഷിക്കുമ്പോ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? അപ്പൊ നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. ചെറുക്കന്തേ നിർബന്ധം തുടങ്ങിയിട്ടുണ്ട്. രാത്രി ഇന്ന് പകല് ഫുള്ള് ഉറക്കമല്ലായിരുന്നു. പകലുറങ്ങിയില്ല, വൈകിട്ട് ഉറങ്ങി. അതുകൊണ്ട് ഇനി എന്തോ ലൈറ്റിലോട്ട് നോക്കുക. ലൈറ്റ് കരയും. അതെ അതെ. ന്യൂ ഇയർ റെസൊല്യൂഷൻ വല്ലതും ഉണ്ടോ? ഇനി അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് വൻ ഉടായ്പാണ്. വെറുതെ ഞാൻ ഒരു റെസൊല്യൂഷനും എടുക്കുന്നില്ല. വൈബായിട്ട് പോവാ, ഹാപ്പി ആയിട്ട് പോവാ, നല്ല നല്ല കോണ്ടന്റ് എടുക്കുക, ട്രാവൽ ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ യാത്രയൊക്കെ ചെയ്യുക. അപ്പം കുഞ്ഞിൻ്റെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് അവനായിട്ട് കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു വർഷം അങ്ങനെ അടിച്ചു പൊളിച്ച് പോവാ. അമ്മൂട്ടാ ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ആദ്യത്തെ ന്യൂ ഇയറാ. നീ ലക്കിയാണ്. നമ്മുടെ ലക്കിയാണ്. ലക്കി അമ്പൂട്ടനാ. ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ഉമ്മ കൂട്ടിയോ? അമ്പൂട്ടൊരു ഉമ്മോട് ഉമ്മ. ദന്ദാനെ